നമസ്തേ. നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രാതീത കാലം മുതൽ നാം ഉപയോഗിച്ചു വരുന്ന പ്രകൃതിദത്തമായ ഒരു വിഭവമാണല്ലോ തേൻ. തേനീച്ച കൃഷിയുടെ പരമ്പരാഗതമായ രീതികൾ മറ്റുള്ളവരിലേക്ക് ലളിതമായി പകർന്നു നൽകുന്ന ഒരു കൃഷി വകുപ്പ് ജീവനക്കാരനെ പരിചയപ്പെടാം ഇന്ന്. തിരുവനന്തപുരം ചെങ്കൽ സ്വദേശിയായ ജെൻലറ്റ് രാജിന്റെ കാർഷിക വിശേഷങ്ങളിലേക്ക്. നമ്മുടെ ഈ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ ഈ കോടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തേനീച്ചയെ കുറിച്ചൊരു വലിയ ചരിത്രം തന്നെയുണ്ട്. അതായത് ബ്രിട്ടീഷ് മിഷണറിമാർ ഇവിടെ വന്ന ചെറുകിട വ്യവസായത്തിൽ ഉൾപ്പെടുത്തി ചെയ്ത ഒരു സംരംഭമാണ് ഈ തേനീച്ച വളർത്തൽ. അവർ ഡിസൈൻ ചെയ്ത പെട്ടിയാണ് ഇന്ന് നിലവിൽ നമ്മൾ കൈകാര്യം ചെയ്തത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ അച്ഛന് തേനീച്ച കൃഷി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെയൊക്കെ പോയി മറ്റൊക്കെ എനിക്ക് ഈ വർക്കുകൾ ഞാൻ ചെറുതിലെ തന്നെ പഠിച്ചിരുന്നില്ല. എനിക്ക് സർക്കാർ ജോലി എന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നു. അങ്ങനെ ഇതിൻ്റോടൊപ്പം തന്നെ ഞാൻ കിട്ടുന്ന സമയങ്ങളിൽ PSC ക്ലാസ്സിന് പോയി വീട്ടിലിരുന്നും PSC പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 2013 കൃഷി വകുപ്പിൽ ഒരു ജോലി, കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി 2013 കിട്ടി. അത് ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ ഈ രംഗത്തുനിന്ന് വിട്ടുനിന്നില്ല. എന്നാലും ഒരു 10-15 പെട്ടി എൻ്റെ വീട്ടിൻ്റെ പറമ്പിലുണ്ട്. അത് അത്യാവശ്യം ആൾക്കാർക്ക് ഈ കൃഷിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും, അത് പഠിപ്പിക്കുന്നതൊക്കെ സൗജന്യമായിട്ടാണ്. മാക്സിമം നമ്മളെ കൊണ്ടുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു തേനീച്ച കൂട്ടിൽ നിന്ന് എങ്ങനെ തേനെടുക്കുക എന്നുള്ള കാണിക്കുകയാണ്. തേനെടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇത് ചകിരി, ഈ സ്മോക്കർ എന്നാണ് ഇതിൻ്റെ ഈ ഉപകരണത്തിൻ്റെ പേര്. ഇത് നമ്മളിങ്ങനെ കത്തിച്ച് പുക കാണിച്ചു കഴിഞ്ഞാൽ ഈച്ച നമ്മളെ കുത്തൂല്ല. പക്ഷേ ഇപ്പം സേഫ്റ്റി ഇതൊക്കെ ഉണ്ട്, ഡ്രസ്സുകളൊക്കെ അത് ഉപയോഗിച്ച് എടുക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇത് പഴയ കാലം മുതൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു ഇതാണ്. ഈ ചകിരി, ഈ സ്മോക്കർ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് തീ കത്തിച്ച് ഇങ്ങനെ പുക കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് തേനീച്ച നമ്മളെ ഉപദ്രവിക്കുക. ഇതാണ് ഈ തേനീച്ചയുടെ എൻട്രൻസ്. തേനീച്ച കയറി വരുന്നതും പോകുന്നതും അതിൻ്റെ ഇതാണ് അതിൻ്റെ വരുന്ന വഴി. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കാൻ പാടില്ല. എപ്പോഴും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് നമ്മളിതിൻ്റെ ഈ ഇങ്ങനെ അടപ്പെടുക്കുക, എടുത്തിട്ട് ചെറുതായിട്ട് ഈ പുക കൊടുക്കുക. നല്ല സീസൺ സമയമാണെങ്കിൽ ഈ അടപ്പെല്ലാം ഫുൾ നിറച്ച് തേനായിരിക്കും. പക്ഷേ ഇപ്പോൾ സീസൺ കുറവായതുകൊണ്ട് ഇതിൽ 4 റാളുകളാണ് തേനുള്ളത്. ഉള്ള തേനെ നമുക്ക് എടുക്കുന്ന വിധം കാണിച്ചു തരാം. ഇങ്ങനെ പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈച്ച കുത്തൂല. ഞൊടിയൽ എന്ന് പറയുന്ന ഐറ്റം തേനീച്ചയാണ് ഇത് വ്യാപകമായിട്ട് കേരളത്തിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഈ ഞൊടിയൽ തേനീച്ചയാണ്. ഒരു വർഷത്തിൽ നമുക്ക് ഏതാണ്ട് ഈ 10 മുതൽ 40 കിലോ വരെ തേന് ഈ പെട്ടിയിൽ നിന്ന് ലഭിക്കും. നമ്മളിപ്പോൾ ഇത് ഒരറയാണ്, സീസൺ കഴിഞ്ഞുകൊണ്ടാണ് ഒരറ വെച്ചത്. അല്ലെങ്കിൽ ഈ തേനിൻ്റെ അറ പിന്നെ 3-4 2 സ്റ്റെപ്പ് കൂടെ വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ സൂപ്പർ എന്ന് പറയും. ഇത് ന്യൂട്ടൺ ടൈപ്പ് തേനീച്ചയാണ്, കൂടാണ് ഈ ബോക്സ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സായിപ്പ, ഒരു ബ്രിട്ടീഷുകാരനായ സായിപ്പിൻ്റെ പേരാണ് ന്യൂട്ടൺ. അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു പെട്ടിയാണിത്. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും ലോകമെമ്പാടും ഉള്ള തേനീച്ച കർഷകർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിലുള്ള പെട്ടിയാണ്. ഇതൊരു സീലിംഗ് ആണ്, മെഴുക് വെച്ചിട്ടൊരു സീലിംഗ് ആണ്. നമ്മൾ ഇതിനെ ചെത്തി മാറ്റിയതിന് ശേഷം ഇനി മെഷീനിൽ വെച്ച് കറക്കുമ്പോഴേ ഈ തേന് ഫുള്ളായിട്ട് മെഷീനകത്ത് വീഴും. പിന്നെ എന്നിട്ട് നമ്മൾ ഈ റാളിനെ തിരിച്ച് വീണ്ടും അതുപോലെ ഈ കൂടിനകത്ത് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7-8 ദിവസം ആകുമ്പോൾ വീണ്ടും ഇതുപോലെ തേന് നിറയും. 3 കിലോ തേന് ഒരു അറയിലുണ്ടാവും. ഇതുപോലെ 2 എണ്ണം കൂടെ ഇതിൽ വയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ശരാശരി ഒരു അറയിൽ 2 കിലോ തേനായാലും 3 അറകളിലായിട്ട് ഏതാണ്ട് 6 കിലോ തേന് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ കിട്ടും. അങ്ങനെ ഒരു 7-8 പ്രാവശ്യം കിട്ടും ഇത് നല്ല സീസൺ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ വനമേഖലകളുണ്ട്. വനമേഖലകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ 4-5 പ്രാവശ്യം എടുക്കാൻ കിട്ടും. അങ്ങനെ ചിലപ്പോൾ സീസൺ പോലെ ഇരിക്കും. അത് ചില സമയത്ത് 10 കിലോ, അത് 20 ആവാം, 30 ആവാം, 40 വരെ
കിലോ തേന് ഇത് ഒരു കൂടിയിൽ നിന്ന് ഒരു വർഷം കിട്ടും. ഇത് ഈ മെഷീൻ്റെ പേര് എക്സ്ട്രാക്ടറാണ്. ഈ എക്സ്ട്രാക്ടറിൽ ആളുകളെ അകത്ത് വെച്ചിട്ട് ഇതിൽ പിടിച്ച് കറക്കുമ്പോഴേ ആ തേനെല്ലാം അകത്ത് വീഴും. അതിലേക്ക് വേണ്ട ഉപകരണമാണ് ഈ എക്സ്ട്രാക്ടർ. ഇതിനകത്ത് ഈ റാളുകൾ വയ്ക്കാനുള്ള സംവിധാനം നെറ്റ് ഉണ്ട്. ആ നെറ്റിനെ നമ്മൾ ഇത് പിടിച്ച് കറക്കുമ്പോഴത്തേക്ക് ഈ റാളുകൾ കറങ്ങുകയും തേന് അകത്ത് വീഴുകയും ചെയ്യും. 10 കൂടുണ്ടെങ്കിലും തന്നെ ഒരു 100 കിലോ തേൻ ഒരാളിന് എടുക്കാൻ പറ്റും ഒരു വർഷം. ഞാനെടുത്ത കൂടിലെ ഒരു റാളാണ്. ഇത് എങ്ങനെയാണ് തേൻ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സീലിംഗ് ഭാഗം ഇങ്ങനെ ചെത്തണം. ഇതൊന്നും വലിയ പ്രയാസമുള്ള ഒരു പണിയല്ല. ഇത് ആർക്ക് വേണം ചെയ്യാന്നുള്ളേ ഉള്ളൂ. മെഷീനകത്ത് വയ്ക്കുക. ഇതിനകത്ത് ഒരു സമയം രണ്ട് റാൾ വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിങ്ങനെ കറക്കണം. അതിന് 2 വശമുണ്ട്. ഇതിൻ്റെ ഒരു വശമാണ് ഞാൻ ഇപ്പോൾ കറക്കിയത്. അടുത്ത വശം ഇങ്ങനെ തിരിച്ച് വയ്ക്കണം. തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ കറക്കണം. തേന് വീഴുന്നവരെ കറക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള തേന് ഫുൾ അതിനകത്ത് വീണ് കഴിഞ്ഞു. ഇത് ആർക്ക് വേണം ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇനി ഇതുപോലെ ഇത് തന്നെ ആ കൂട്ടിനകത്ത് വെച്ച് കൊടുക്കാം. അതൊരു 8 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ എടുത്ത കണക്ക് ഫുള്ള് തേന് നിറയും. ഈ റാളിനെ നമ്മൾ വെട്ടി പിഴിഞ്ഞെടുത്ത് അത് അല്ലാതെ ഉള്ള മാർഗ്ഗങ്ങളിലെടുത്ത് വെട്ടി മാറ്റി ഈ മെഷീനെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് വീണ്ടും ഉപയോഗിക്കാം ഈ മെഷീനുള്ളത്. വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ കലവറയാണ് തേൻ. പ്രകൃതിദത്തമായ ആൻറ്റിബയോട്ടിക് കൂടിയായ തേനിൻ്റെ ഔഷധ ഗുണങ്ങൾ എണ്ണമറ്റതാണ്. തേനിൻ്റെ ഉപോൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വലിയ സാധ്യതയാണ് ഉള്ളത്. നമ്മുടെ ഈ കേരളത്തിൽ സാധാരണ കാണുന്ന ഈച്ചകൾ ചെറുതേനീച്ച, ഈ ഞൊടിയൽ തേനീച്ച, തൂക്കുതേന്, പിന്നെ കോൽത്തേന്, പിന്നെ ഇറ്റാലിയൻ ഈച്ചയൊന്നും നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റില്ല. അത് കിളികളുടെയും മറ്റു ശല്യം കൊണ്ട് കിളികളൊക്കെ പിടിച്ച് അതിനെ തിന്നും. അതുകൊണ്ട് ഇറ്റാലിയൻ ഈച്ച വളർത്താൻ പറ്റില്ല. നമുക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാനും വ്യാവസായികാടിസ്ഥാനത്തിൽ തേൻ ഉൽപ്പാദിക്കാനും പറ്റിയൊരു ഈച്ചയാണ് ഈ ഞൊടിയൽ തേനീച്ച. അത് കേരളത്തിൽ വ്യാപകമായിട്ട് ഉണ്ട്. അത് വനപ്രദേശത്തും ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കരിഞ്ഞൊടിയലും ഒന്ന് വെള്ളഞ്ഞൊടിയലും. ഇപ്പോൾ വെള്ളഞ്ഞൊടിയിലാണ് ഞാൻ കാണിച്ചത്. കരിഞ്ഞൊടിയൽ അത് വനമേഖലകളിലാണ് കൂടുതലുള്ളത്. നമ്മുടെ ഈ പെട്ടികളിൽ തന്നെ സാധാരണ ഒരു 10 പെട്ടിയുള്ള ഒരാളിന് ചിലപ്പോൾ 2-3 കരിഞ്ഞൊടിയലും ഇതിൻ്റെ ഇടയിൽ കാണും. ഏറ്റവും കൂടുതൽ വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു തേനീച്ചയാണ് ഈ കരിഞ്ഞൊടിയൽ. അതിൻ്റെ തേനാണ് അതിനിപ്പോൾ എടുത്ത് കാണിച്ചത്. ചെറുതേന് നമുക്ക് കൂടുതൽ വളർത്താം. പിന്നെ അത് ഒരു വർഷത്തിൽ ചിലപ്പം 1/2 കിലോയോ 300 ഗ്രാമോ 400 ഗ്രാം തേനേ കിട്ടുള്ളൂ. പക്ഷേ ആ തേന് നല്ല വിലയാണ്. അതൊരു 2000 മുതൽ 3000 രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട്. അത് വളരെ ഇതിനെക്കാട്ടും ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ചെറുതേന്. ഇത് ചെറുതേനല്ല, നമ്മൾ കോൽത്തേന സാധാ നമ്മൾ വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്യുന്ന തേനാണ് നമ്മളിപ്പോൾ എടുത്തത്. ലളിതമായ മാർഗങ്ങളിലൂടെ ഗുണനിലവാരമുള്ള തേൻ വീട്ടുമുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജെൻലെറ്റ് രാജ്. പരമ്പരാഗത രീതികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജെൻലെറ്റ് തേൻ സംസ്കരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഈ അരിച്ചെടുത്ത തേനിനെ സംസ്കരിക്കുന്ന വിധമാണ് അടുത്ത് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തോട്ടൊരു പലക കഷ്ണം വയ്ക്കുക. പലക കഷ്ണം വെച്ചതിന് ശേഷം ഈ അരിച്ചെടുത്ത തേനിനെ അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക. തേനിൻ്റെ ലെവലും ആദ്യം വച്ച പാത്രത്തിലുള്ള വെള്ളത്തിൻ്റെ ലെവലും ഒരേ കണക്കിനിരിക്കും. ഇനി നമുക്ക് തീ കത്തിക്കാം.
മിനിമം അത് തീ കത്തിച്ചാൽ മതി. കത്തിക്കുമ്പോഴത്തേക്ക് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് തേന് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ കലക്കണം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം കലക്കണം. തീർത്തും പരമ്പരാഗതമായ രീതിയിലാണ് നമ്മൾ ഈ തേന് നമ്മൾ പ്രോസസ്സ് ചെയ്യണം. ഇത് നമ്മളെ ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഇതിനൊന്നും വേറെ പൈസ ചിലവൊന്നുമില്ല, ആർക്കും വേണം ചെയ്യാം. ഇത് വെള്ളം തിളക്കുമ്പോഴത്തേക്ക് തേന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു വെള്ള പാട പോലെ വരും. അതിൻ്റെ ഒരു വെള്ള പാട പോലെ വരും. അതിനെ നമ്മൾ അത് ഇങ്ങനെ നീക്കി വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുമ്പോഴത്തേക്ക് ഇത് തേന് ക്ലിയറാവും. ഈ ചെറിയ ചൂടാണ് ആയെങ്കിലും, പക്ഷേ ഇത് തണുക്കണമെങ്കിൽ 4-5 മണിക്കൂർ സമയം പിടിക്കും ക്ലിയറായിട്ട് തണുക്കണമെങ്കിൽ. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിൽ ആക്കി വിപണനം ചെയ്യാം. ഇത് പ്രോസസ്സ് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാനും പുളിച്ച് പതയാനും ഒക്കെ സാധ്യതയാണ്. ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പിന്നെ തണുപ്പിച്ച് ബോട്ടിലാക്കി സൂക്ഷിക്കുന്ന തേന് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 1 വർഷമോ 2 വർഷം ആയിരുന്നാലും തേനിന് കേടുകൂടില്ല. തേൻ കട്ട പിടിക്കുകയോ പുളിച്ച് പതയുകയോ ഒന്നും ചെയ്യില്ല. ഈ സാധനം ഇനി പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല, കട്ടയായി പോകും. പിന്നെ നമുക്ക് എവിടെ വേണോ കൊടുത്തു വിടാം, ഗൾഫിലൊക്കെ വേണമെങ്കിൽ. അവിടെ പോയാലും ഏത് ഇതിലായാലും കാലാവസ്ഥയിലും ഈ തേൻ പിന്നെ ചീത്തയാവില്ല. നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ച് ചൂടാക്കി പ്രോസസ്സ് ചെയ്ത തേന് തണുത്തിരിക്കുകയാണ്. ഇപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലോട്ട് ഒഴിക്കുക. ഇത് 1 കിലോയുടെ കുപ്പിയാണ്. 1 കിലോ തേനാണ് ഇതിനകത്ത് കൊള്ളുന്നത്. തേന് ഒഴിച്ചു കഴിഞ്ഞാൽ 1 കിലോ കൊള്ളും. പക്ഷേ വെള്ളമാണ് നമ്മൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കണമെങ്കിൽ 750 ഗ്രാമേ കൊള്ളുള്ളൂ. ഈ തേന് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ 750 ഗ്രാമിൻ്റെ വെള്ളം കൊള്ളുന്ന കുപ്പിയിൽ നമ്മൾ തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ 1 കിലോ തേന് കൊള്ളും. 1 കിലോ തേനിന് ഏതാണ്ട് 300 രൂപയോളം അത് ലഭിക്കും. പിന്നെ ഈ കമ്പനി സാധനങ്ങൾക്ക് അല്പം വില കൂടും. കാരണം പാക്കിങ്, അതിൻ്റെ ടാക്സ്, മാർക്കറ്റ്, പിന്നെ ലൈസൻസിൻ്റെ ഇതെല്ലാം കൂടി വരുമ്പോൾ കുറച്ച് 50 രൂപയുടെ കൂടും. മറ്റേ കർഷകരെ നിന്ന് വാങ്ങുമ്പോൾ നേരിട്ട് വാങ്ങുമ്പോൾ ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് ഒരു 300 രൂപയൊക്കെ ഈ വില ലഭിക്കും. ഈ കോട്ടി ക്രോപ്പ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒല്ലൂർ, അവിടെ നമുക്ക് സൊസൈറ്റിയിൽ കൂടുതലുള്ളവർക്ക് അവിടെ കൊടുക്കാം. സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഈ തേന് വിറ്റഴിക്കാം. നമുക്ക് ഇങ്ങനെ സാധനം നല്ല തേന് ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകും. ഈ കൂടിയിൽ നിന്ന് തന്നെ എടുത്ത തേന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം കാലിയായ അതിൻ്റെ റാളാണ് നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് തിരിച്ചിടാൻ പറ്റും. തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. 4 റാളും അതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോ തേന് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിരിക്കും. ഈ ഒരു അറയുന്നു ഇതിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് അത് മഴ നനയാതെ എന്തെങ്കിലും വച്ച് ഇങ്ങനെ വെച്ച് കെട്ടി വയ്ക്കുക. നമ്മൾ സീസൺ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ തേനിൻ്റെ റാളിൻ്റെ പണി നമ്മൾ ജനുവരി മുതൽ തുടങ്ങും. ഫെബ്രുവരി 1 മുതൽ ഏതാണ്ട് മെയ് 15 വരെയാണ് ഇതിൻ്റെ സീസൺ. അപ്പോൾ 8 ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ സീസണിൽ തേനെടുക്കാം. അങ്ങനെ ആഴ്ചയോടെ ആഴ്ച എന്ന് തന്നെ പറയാം. ഒരു സാധാരണഗതിയിൽ 5 പ്രാവശ്യം എടുത്താലും ഒരു 10 കിലോ തേന് കിട്ടും. ഇതൊരു സാധാരണ കണക്കാണ് ഒരു പെട്ടിയിൽ നിന്ന്. ചിലപ്പം ചില സീസണിൽ കൂടുതൽ തേന് കിട്ടും. അങ്ങനെ ഒരു കൂടിയിൽ നിന്ന് തന്നെ ഏതാണ്ട് 20, 30, 40 കിലോ തേന് വരെ ഒരു സീസണിൽ ഈ ഞൊടിയൽ തേനീച്ചയിൽ നിന്ന് നമുക്ക് തേനെടുക്കാൻ പറ്റും. ഇത് തേനിൻ്റെ റാളാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബി വാക്സ് എന്ന് പറയും, മെഴുക്, തേൻ മെഴുക് എന്ന് പറയും. ഇതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതും വിലയുള്ള സാധനമാണ്. ഇത് നമുക്ക് സീസൺ കഴിഞ്ഞതിന് ശേഷം ഇതിനെ വെട്ടി മാറ്റിയും അല്ലാതെ ഞാൻ ആദ്യം ചെത്തിയിട്ടില്ലേ മെഴുക്, അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് അതിനെ ഒരു കട്ടയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഒരു സീസണിൽ നമുക്കൊരു 6-7 മാസം ഇത് ഉപയോഗിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ തേനെടുത്ത ശേഷം ഈ തേനീച്ച കൂട്ടി ഒരു ബൈ പ്രോഡക്റ്റാണ് തേനിൻ്റെ മെഴുക്, അഥവാ ബി ബാഗ്സ് എന്ന് പറയും. അതൊരു കിലോ 350 രൂപ 400 രൂപ വിലയുള്ള സാധനമാണ്. അതിപ്പോൾ നമ്മളത് അതിനെ അരിച്ചെടുക്കണം. തേനിനെ അരിച്ച് മാറ്റിയതിന് ശേഷം ആ മെഴുകിനെ എടുത്ത് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് വേറൊരു ബൈ പ്രോഡക്റ്റായി മാറും. ഈ കാണുന്നത് തേനീച്ചക്കൂട്ടിലുള്ള റാളിൽ നിന്ന് ചെത്തിയിട്ട തേനും മെഴുകുമാണ്. അപ്പോൾ ഇതിനെ ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അതിലോട്ട് ഇട്ടിട്ട് തേനിനെ അരിച്ചെടുക്കണം. തേനിനെ അരിച്ച് മെഴുകിനെ വേർതിരിച്ചെടുക്കണം. ഈ മെഴുകിനെ
ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ തേനെല്ലാം വീഴും. തേനെല്ലാം ഇത് പാത്രത്തിൽ വീണ ശേഷം അപ്പോൾ തേന് വേർതിരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി മെഴുകാണ് ഇരിക്കുന്നത്. ഇതിനെ ഇനി പ്രോസസ്സ് ചെയ്ത് മെഴുക് കട്ടയാക്കി മാറ്റാം. അപ്പോൾ അതിനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഒരു പാത്രത്തിൽ ഒഴിക്കണം. അതിൻ്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നല്ല തിളയ്ക്കുമ്പോഴത്തേക്ക് ലിക്വിഡ് പരുവാകും. ലിക്വിഡ് പരുവാകുമ്പോൾ നമ്മൾ കോരി ഇങ്ങനെ ഒരു തുണി ഒരു ബക്കറ്റിൽ കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിക്കണം. അകത്ത് വീണ് എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റ് അങ്ങ് കോരി മാറ്റിക്കളയണം. ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഈ മെഴുക് സെറ്റാവും. അതിങ്ങനെ കട്ട പോലെ കിട്ടും, ഇതുപോലെ കിട്ടും. അതിൻ്റെ പുറം ഭാഗം നല്ല ക്ലിയർ ആയിരിക്കും, പക്ഷേ അടിഭാഗത്ത് ഇതുപോലെ ഇതിൻ്റെ വേസ്റ്റ് അടിഞ്ഞിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ചെത്തി മാറ്റണം. ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തെടുത്ത ഈ മെഴുകാണ് ഇത്. ബി വാക്സ് എന്ന് പറയും. ഇത് കാല് വെടിപ്പിനുള്ള മരുന്നിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. സ്കിൻ ഡിസീസിന് ഈ ആയുർവേദത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ഈ ബി വാക്സ്. ഇത് വളരെയധികം കയറ്റുമതിയുള്ള സാധനമാണ്. ഇത് 400 രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട്. കൂടുതലായിട്ട് സ്കിന്നിൻ്റെ അസുഖത്തിനും അതുപോലെ നല്ല പെർഫ്യൂംസുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. തേനീച്ചക്കൂട് സ്ഥാപിക്കുന്നത് മുതൽ തേൻ ഉൽപാദനത്തിന്റെ ഓരോ ഘട്ടവും ലളിതമായി വിശദീകരിക്കുകയാണ് ജെൻലെറ്റ് രാജ്. കാലാവസ്ഥയ്ക്ക് തേൻ ഉൽപാദനത്തിന് ഗണ്യമായ പങ്കുണ്ട്. ഓരോ സീസൺ അനുസരിച്ചാണ് തേനിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത്. ഒരു സെൻറ്റിൽ നമുക്കൊരു 4-5 കൂട് വരെ വയ്ക്കാം. അപ്പം ഒരു മിനിമം ഒരു 25, 50, 100 പെട്ടി വേണമെങ്കിലും ഒരു പറമ്പിൽ നമുക്ക് റബ്ബർ എൻ്റെ ഇടയിലൊക്കെ വേറെ കൃഷിയൊന്നുമില്ലല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വയ്ക്കാം. പിന്നെ വേറെ കൃഷിയൊന്നുമില്ല തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലും വയ്ക്കാം. പിന്നെ കൂടുതൽ ഈ തേന് കിട്ടുന്നത് റബ്ബർ പൂക്കുന്ന സീസണിലാണ്. പിന്നെ അതുപോലെ വനത്തിൻ്റെ ഭാഗങ്ങളുള്ളിടത്ത് മരുത്, തേമ്പാവ്, മൈല ഇങ്ങനെയുള്ള പൂക്കളിലൊന്നും തേന് ശേഖരിക്കും. സ്റ്റാൻഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. 2.5 അടി ഹൈറ്റിൽ നമുക്കൊരു സ്റ്റാൻഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പലക, ഒരു പെട്ടിക്കിരിക്കാൻ ഒരു പലക ആണി അടിച്ച് അതിലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. അല്ലാതെ തന്നെ ഇത് പൈപ്പിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം മുറിച്ചിട്ട് പൈപ്പിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റാൻഡ് തയ്യാറാക്കാം. നമുക്ക് പണി ചെയ്യാൻ ഒരു മിനിമം ഹൈറ്റിലുള്ള കണക്കിനാണ് നമ്മൾ ഈ സ്റ്റാൻഡ് തയ്യാറാക്കുന്നത്. ഈ പെട്ടി എന്ന് പറഞ്ഞാൽ ഇത് ന്യൂട്ടൺ ടൈപ്പ് തേനീച്ച പെട്ടി എന്നാണ് പറയുന്നത്. ഈ പെട്ടിക്ക് ഇതിനകത്ത് താഴെ 6 ഫ്രെയിം ഉണ്ടാവും, 6 റാളുണ്ടാവും. ഈ മുകളിൽ ഒരു അറയ്ക്കകത്ത് 4 റാളുണ്ടാവും. നല്ല സീസണാണ് വരുന്നതെങ്കിൽ ഈ 4 റാളുള്ളത് ഇനി 2 ബോക്സ് കൂടെ വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ റാൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിമിനകത്ത് നമ്മൾ താഴെ നിന്ന് ഉള്ള ഒരു റാളിനെ കട്ട് ചെയ്ത് അതിനകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1-2 റാൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈച്ച തനിയെ അതിനകത്ത് തന്നെ ഈ വേറെ പുതിയ റാളുകൾ കാലിയായിട്ട് കിടക്കുന്ന ഈ ഫ്രെയിമിനകത്ത് ഈ ഈച്ച തനിയെ തന്നെ റാള് നിർമ്മിക്കും. അത് ഈ ജനുവരി മാസത്താണ് അതിൻ്റെ പണി നടക്കുന്നത്. അത് ഫെബ്രുവരി മാസം മുതലാണ് തേൻ എടുത്തു തുടങ്ങുന്നത്. നമ്മളിപ്പം മുകളിലത്തെ ഇത് വർക്കുകളെല്ലാം കണ്ടു കഴിഞ്ഞു, തേൻ എടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ അടിയിൽ പെട്ടിയിൽ എന്തൊക്കെയാണ് സംവിധാനങ്ങളെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ 6 റാളുണ്ടാകും. ഇതിൽ എല്ലാ റാളിലും ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്. നമ്മളൊരു കാരണവശാലും ഈ താഴത്തെ സെക്ഷനിലൊന്നും തേൻ എടുക്കരുത്. അത് ഈച്ചകൾക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും കുടിക്കാനുള്ള സാധനമാണ് ഈ ഇരിക്കുന്ന തേൻ. ഈ കൂട്ടിനകത്ത് മടിയൻ ഈച്ച കാണും, റാണി ഈച്ച കാണും, ജോലിക്കാർ ഈച്ച കാണും. ഇതാണ് ഒരു മദർ കോളനി എന്ന് പറയുന്നത്, അതിൻ്റെ കുഞ്ഞുങ്ങളുടെ സെക്ഷൻ. കോഴിക്കോട്, കണ്ണൂർ ഭാഗത്താണ് ഏറ്റവും ആദ്യം സീസൺ വരുന്നത്. അത് കാലാവസ്ഥ അനുസരിച്ച് അതിൻ്റെ ഈ ഡേറ്റിൽ വ്യത്യാസം വരും. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനുവരിയിൽ തേനാവുന്ന സ്ഥലങ്ങളും ഉണ്ട്.
ജനുവരി മുതൽ മെയ് 15 വരെ ആണ് ഇതിൻ്റെ സീസൺ. മഴക്കാലമായി ജൂൺ മാസം ആയി കഴിഞ്ഞാൽ തേൻ്റെ സീസൺ കഴിഞ്ഞു. തുടക്കക്കാർക്ക് ഏതാണ്ട് ഒക്ടോബർ മാസം മുതൽ ഈ ജൂൺ മാസം തുടങ്ങുന്ന കാലവർഷം തീർന്നതിന് ശേഷം ആണ് ഒരു കൂട്, ഒരു മദർ കോളനി എന്ന് പറഞ്ഞാൽ ഒരു കൂട് വാങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് പിരിച്ച് വയ്ക്കാൻ പറ്റും. അതിനെ പിരിച്ച് രണ്ടാക്കാം. അങ്ങനെ രണ്ടാക്കിയ കോളനി ഏതാണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് കൂട് നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആഹാരം കൊടുക്കണം വരും. പഞ്ചസാര കലക്കി ആഹാരം കൊടുത്താൽ അത് പെട്ടെന്ന് വളർന്നു വരും. ഡിസംബർ കഴിഞ്ഞ് ജനുവരി മുതലാണ് നമ്മൾ ഈ തേനിൻ്റെ ഒരാൾ അതിൻ്റെ പണി തുടങ്ങുന്നത്. അച്ഛൻ്റെ പേര് ക്രിസ്തുദാസാണ്. അച്ഛന് ഈ തേൻ കൃഷി ചെയ്താണ് ഞങ്ങളെ 7 മക്കളെയും വളർത്തിയത്. ഇപ്പോൾ അച്ഛന് ഏതാണ്ട് 85 വയസ്സ് പ്രായം വരും. ഇപ്പോഴും അച്ഛൻ നമ്മളെ സഹായിക്കുന്നു. പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും, ഈ കോടങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എല്ലാ വീടുകളിലും ഈ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ സൊസൈറ്റി കൊണ്ട് തേൻ കൊടുക്കുമായിരുന്നു. അവിടെ നിന്ന് ബോംബെക്ക് കയറ്റുമതി ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. 2-3 തേൻ സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു സൊസൈറ്റിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എൻ്റെ അച്ഛന് ഇതിൽ ചെറുപ്പകാലം മുതലേ അച്ഛന് ഈ ഫീൽഡിൽ സജീവമായിരുന്നു. ഈ സൊസൈറ്റിയിൽ ഏതാണ്ട് 600ഓളം മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി, വലിയ ബൃഹത്തായ ഒരു സംരംഭമായിരുന്നു. എന്ത് കാരണം കൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേ അത് ഇങ്ങനെ പ്രവർത്തനരഹിതമായിട്ട് ഇപ്പോൾ കിടക്കുക. ഇന്നത്തെ അവസ്ഥ ദയനീയമായ അവസ്ഥയാണ്. എന്തെന്ന് വെച്ചാൽ തേനിന് വില കുറവ്, ചിലവിൽ കൂടുതൽ, ഈ ട്രാൻസ്പോർട്ടിങ് ചാർജെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന കാര്യത്തിൽ വരുമ്പോൾ വളരെ താഴ്ന്നു നിൽക്കുകയാണ്. തേനിൻ്റെ വില കുറവാണ് ഇപ്പോൾ, അതിലാണ് വരുന്നത്. കൂലിക്കാർക്ക് കൂലി കൊടുത്തേ വെക്കുള്ളൂ. സർക്കാർ ദിനത്തിൽ നമുക്കതിൻ്റെ വീഴ്ചയിൽ നിന്നുള്ള മേൽക്കയറ്റത്തിനുള്ള ചിലവ് കാണേണ്ടത് തന്നെ. നമുക്കെന്തെങ്കിലും ഒരു സഹായം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലോണായിട്ടോ ഏതെങ്കിലും ഒരു സബ്സിഡി ഇനത്തിൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയെങ്കിൽ മാത്രമേ ഈ മേഖല പിടിച്ചു നിർന്ന് പോകാൻ പറ്റുള്ളൂ. ഈ തേനീച്ച കൃഷിയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും തുടക്കക്കാർക്കും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അവിടെ തരിശ് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ അവരുടെ അനുവാദം വാങ്ങിച്ചിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് 25, 50, 100 തേങ്കൂട് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. 1 സെൻറ്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലെങ്കിലും നമുക്ക് ഇത് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അവരുടെ അനുവാദങ്ങൾ ചോദിച്ചിട്ട് അവരുടെ പറമ്പിൽ നമുക്ക് തേങ്കൂട് വയ്ക്കാം. ഈ തേനീച്ച കൃഷി രംഗത്തോട്ട് പുതുതായിട്ട് വരുന്ന സംരംഭകർക്ക് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മൾ പരിചയമില്ലാത്ത ഒരു മേഖലയിലോട്ട്, നമ്മളൊരു കൃഷിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും കബളിപ്പിക്കപ്പെടാൻ പാടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വർക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഒരു കൂടിൽ തുടങ്ങി ആ കാര്യങ്ങൾ പഠിച്ചിട്ട് അധികം അതിലോട്ട് കാശ് മുടക്കി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നഷ്ടം വരുന്ന ഒരു തൊഴിലല്ല. ഞാൻ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഏതാണ്ട് 800 തേനീച്ച കൂട് വരെ ഉണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം മതിയാക്കിയത്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു 4-5 പെട്ടി ഇവിടെ പറമ്പിൽ വെച്ചിട്ടുള്ളത്. ഇത് പഠിക്കണമെന്നുള്ളവർക്ക് നമുക്ക് സൗജന്യമായിട്ട് നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എനിക്കറിയാമെന്നുള്ള അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിയും. തേനീച്ച കൃഷിയിൽ എനിക്ക് അറിവുള്ള, അതായത് ഞാൻ പരമ്പരാഗതമായിട്ട് പഠിച്ചിട്ടുള്ള അറിവുകളിൽ കുറച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടിൽ ഒരു തേനീച്ച കൂടെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് വയ്ക്കണം. സ്കൂളുകളിൽ പാഠ്യ പുസ്തകങ്ങളിലും ഒരു അധ്യായമെങ്കിലും തേനീച്ച വളർത്തലിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായം ഉണ്ടെങ്കിൽ വലിയ പ്രയോജനപ്പെടും അടുത്ത ഭാവി തലമുറയ്ക്ക് എന്നാണ് ഞാൻ കരുതുന്നത്. മിതമായ അളവിൽ കഴിച്ചാൽ പഞ്ചസാരയ്ക്ക് ആരോഗ്യകരമായ ഒരു ബദലാണ് തേൻ. ഓരോ വീട്ടിലും തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് ഗുണനിലവാരമുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിനായി ജൻലറ്റ് രാജിനെ പോലെയുള്ളവർ പകർന്നു നൽകുന്ന കാർഷിക അറിവുകൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.